ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി മധുര ഐറ്റാണ്. നമ്മൾ സാധാരണ റവ കൊണ്ട് ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ അത്തരത്തിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിന്ന് ഒരു റവ കൊണ്ടുള്ള ഈ മധുരം തയ്യാറാക്കുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് 3 ചേരുവകളാണ് ഞാൻ ചേർക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മധുരം ഉണ്ടാക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കപ്പോളം ഉള്ള റവയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉണ്ടാക്കുന്ന അതേ തരികളോട് കൂടിയിട്ടുള്ള റവയാണ്. അപ്പം ഇത് വറുക്കാത്ത റവയാണ്. വറുത്ത റവയാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ 2 കപ്പ് റവയ്ക്ക് ഞാൻ അതേ കപ്പിൽ തന്നെ 1 കപ്പോളം ഉള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തരിതരികളോട് കൂടിയുള്ള പഞ്ചസാര തന്നെയാണ്. അടുത്തത് ഇതിനകത്തോട്ട് ചേർക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഞാൻ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് 3 ചേരുവകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്രയും ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ശരി, ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഒഴിക്കുന്ന പാൽ ഇപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്നോട് പലവരും ചോദിക്കാറുള്ള കാര്യമാണ് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നിർബന്ധമാണോ എന്ന്. അപ്പം ഇത് നിർബന്ധമല്ല. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നത് അത് നന്നായിട്ട് വീർത്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നും വീർത്ത് വരേണ്ട, ടേസ്റ്റിൽ മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡ എന്നുള്ളത് ചേർക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അല്പം കൂടെ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഒത്തിരി അങ്ങ് കട്ടിയായിരിക്കുന്ന പോലെ തോന്നി. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പാല് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ്. നിങ്ങൾക്ക് തിളപ്പിക്കാത്ത പാലാണെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നിങ്ങൾ ഏത് പാത്രത്തിലാണോ ആ ഒരു ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്, ആ പാത്രം നന്നായിട്ട് ഇതുപോലെ എണ്ണ വെച്ചിട്ടോ നെയ്യ് വെച്ചിട്ടോ ഒന്ന് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് വെച്ചിട്ട് ഞാൻ ഈ പാത്രത്തിൽ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ കേക്ക് ടിൻ തന്നെ വേണം എന്നൊന്നുമില്ല. സാധാരണ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രം, ചോറും പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ബാറ്റർ ഈ പാത്രത്തിലോട്ട് ഒഴിക്കുന്നതിന് മുൻപ് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം റവയാണ്, അത് താഴോട്ട് അടിഞ്ഞു കിടക്കും, പാല് മാത്രം മേലോട്ട് നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഈ റവയുടെ മിക്സ് ഒന്ന് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് ഇത് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. പക്ഷേ ഓവൻ വെച്ചിട്ടല്ല, അല്ലാതെ തന്നെയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നമുക്കിതിങ്ങനെ തന്നെ വെക്കാം. അത് ഈ റവയൊക്കെ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് പാലിൽ. അതിന് ശേഷമാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിന്നിവിടെ ഒരു 1/2 മണിക്കൂറോളം ഇതിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ റവയൊക്കെ നല്ല കട്ടിയായിട്ട് വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഇവിടെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം ഇതിലത്തെ പാലൊക്കെ നേരത്തെ ഒഴിച്ച പോലെയല്ല, പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു റവയുടെ മിക്സ് ആണെന്നുണ്ടെങ്കിലും ശരിക്കും നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, കാരണം നമ്മളിത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം നമ്മൾ ഇതിൻ്റെ മേലെ അല്പം ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അല്പം ഒന്ന് വരച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഒന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു കേക്കല്ല, ഈ ഒരു അപ്പത്തിലോട്ട് അല്ലെങ്കിൽ കേക്ക് എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ, ഇതിനകത്തോട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കശുവണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്, കശുവണ്ടി വേണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇതൊരു പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കശുവണ്ടി വെച്ച് കൊടുത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആൽമണ്ടൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആൽമണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ നട്ട്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓവൻ വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഇതുപോലെ
ഇതുപോലത്തെ ഒരു പാത്രം, ഒരു മൂടികയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് മൂടിക വെച്ചിട്ട് തന്നെ ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തോട്ട് ഒരു സ്റ്റീലിൻ്റെ വയർ റാക്ക് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു മൂടിക ആണെന്നുണ്ടെങ്കിലും ഒന്ന് കമത്തി വെച്ച് കൊടുക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ അല്പം ഉപ്പ് വെതറി കൊടുക്കാം. നമ്മളൊരു ഓവൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിന്ന് ഇത്തരത്തിലുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു റാക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ ഈ പാത്രം വെച്ചൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെയുള്ളൊരു സമയത്തിലാണ് ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്ത് കിട്ടുക. അപ്പോൾ ഞാനിതൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഒന്ന് തുറന്ന് നോക്കി. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സൈഡിലൊക്കെ നിറക്കെ മാറി വരുന്നുണ്ട്. പക്ഷെ ഞാൻ സൈഡൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഉള്ളു തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിങ്ങനെ വേവാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞ് മൊത്തം 20 മിനിറ്റാണ് ഞാൻ എടുത്തത്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ബേസ് ഇവിടെ റെഡിയാണ്. കേക്ക് തന്നെയാണ് അത്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇതുപോലത്തെ ഒരു സ്ക്യൂവർ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കർ എങ്ങാനും കുത്തിയിട്ട് നോക്കുക. ഇപ്പോൾ വളരെ ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം ഇതിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്ക് ഇതൊരു കൗണ്ടർ ടോപ്പിന് മേലെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇത് ചൂടാറുന്ന നേരം നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് ഞാൻ 1.5 കപ്പോളം ഉള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ 2 കപ്പ് പഞ്ചസാരയ്ക്ക് 2 കപ്പ് വെള്ളം അങ്ങനെ ചേർക്കാം. ഞാൻ ഒത്തിരി മധുരം ആയിട്ട് എടുക്കുന്നില്ല, കാരണം നമ്മൾ മുന്നേ തന്നെ ഈ ഒരു റവയുടെ ഒരു കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് പഞ്ചസാര ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഷുഗർ സിറപ്പും കൂടെ വരുമ്പോഴത്തേക്ക് അത് ഒത്തിരി അങ്ങ് എന്താ പറയുക ഭയങ്കര മധുരമായി പോവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മധുരത്തിന് വലിയ ഇഷ്ടമുള്ള ആൾക്കാരല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ 2 കപ്പിന് 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് പഞ്ചസാര, ആ ഒരു കണക്കിലാണ് 2:2 ആണ് കേട്ടോ കണക്ക്. അപ്പോൾ ഇനി പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്നത് വരെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ചെറിയ കഷ്ണം നാരങ്ങ മുറിച്ചത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ചെറുത് മതി, ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു പുളിയായിപ്പോവും. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ ഈ പഞ്ചസാര കുറച്ചങ്ങ് നമ്മളിത് ചൂടാറാനൊക്കെ വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും അതിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടിയാണ്. അത് നമുക്ക് ഒരു മഞ്ഞ നിറമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്, തികച്ചും ഓപ്ഷണലാണ്. പിന്നെ ഈ മഞ്ഞൾ പൊടി ചേർത്തത് കൊണ്ട് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു മഞ്ഞളിൻ്റെ ടേസ്റ്റ് വരുമെന്ന് ആരും പേടിക്കേണ്ട. ഒരു ടേസ്റ്റും വരില്ല എന്ന് മാത്രമല്ല, നല്ലൊരു പ്രത്യേക മണമൊക്കെ ഉണ്ടാവും. ഈ ഒരു മണം ഉണ്ടാവും, നിറം ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് തിളച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒന്ന് തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് സിറപ്പ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ തിക്കായിട്ടിരിക്കും. പക്ഷെ ഞാനൊരു ചെറിയ ചൂടോട് കൂടെ തന്നെയാണ് ഈ ഒരു കേക്കിൻ്റെ മേലെ ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊക്കെ തികച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടാറിയിട്ടൊക്കെ ചെയ്യാം. ഞാൻ ഓർത്തു ചെറു ചൂടോട് കൂടെ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്കും ഈ കേക്കിലൊക്കെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സൂപ്പറായിട്ടുള്ള എന്താ പറയുക ഈ ഒരു കേക്ക് ഇവിടെ റെഡിയാണ്. ഒരു സ്പെഷ്യൽ കേക്കാണ്, സ്പെഷ്യൽ മധുരമാണ്. ഇതിന് പേരൊന്നുമില്ല, നമുക്കിഷ്ടമുള്ള പേരൊക്കെ ഇട്ട് വിളിക്കാം. പിന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു പാത്രത്തിലോട്ടൊന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കേക്ക് മറിച്ചിടുന്നത് പോലെ തന്നെ ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഇതൊരു 4 മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും നമ്മളിതൊന്ന് ആ ഒരു ഷുഗർ സിറപ്പിലിട്ട് വെച്ചാലാണ്, അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഇരുന്നാലാണ് ഇത് ഉള്ളിലൊക്കെ നന്നായിട്ട് കുതിർന്ന് വരത്തുള്ളൂ. ഞാനിന്നിപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒത്തിരി അങ്ങ് ജ്യൂസി ആയിട്ട് ഇരിക്കുന്ന കേക്കുകൾ അവർക്ക് വലിയ ഇഷ്ടമില്ല. അവർക്ക് ഇതൊരു ഗുലാബ് ജാമുൻ്റെ പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് അവർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കേക്കായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. നിങ്ങൾ സാധാരണഗതിയിൽ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക ഈ ഒരു ഷുഗർ സിറപ്പിൽ. അതിനുശേഷം മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അതാണ് ഏറ്റവും നല്ലത്. എന്നാലാണ് ടേസ്റ്റ് കൂടുതൽ വരിക. നമുക്ക് ഈ ഗുലാബ് ജാമുൻ ഒക്കെ കഴിക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിക്കാം.
ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ആ ഒരു ആദ്യത്തെ ഒരു ലെയറിൽ മാത്രമേ ഷുഗർ സിറപ്പ് അങ്ങ് ഇറങ്ങിയിട്ടുള്ളൂ. താഴോട്ടത്തേക്ക് അങ്ങ് എത്തിയിട്ടില്ല. അത് എത്തണം എന്നുണ്ടെങ്കിൽ അല്പം നേരമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാനിന്ന് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പം ഷുഗർ സിറപ്പൊക്കെ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് അല്പം ഷുഗർ സിറപ്പ് മാറ്റി വയ്ക്കുക. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലെ അല്പം ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഈ റവ കൊണ്ട് ഉണ്ടാക്കുന്ന വെറും 3-4 ചേരുവകൾ വെച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.